الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നത്. മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബിദ്അത്തുകളും അനാചാരങ്ങളും മാമൂലുകളും നാട്ടുനടപ്പുകളും ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെല്ലേത്, പതിരേത്, സുന്നത്തേതാണ്, ബിദ്അത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കർമ്മവും മരണാനന്തര കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആളുകൾ ചെയ്യാറുള്ളത് ആ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ചുള്ള ഖുർആൻ പാരായണമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, നൂറുകണക്കിന് വരുന്ന സ്വഹാബത്ത് അവിടുന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊന്നും അവിടുന്ന് റസൂലുള്ളാഹ് ഖുർആൻ ഓതൽ ഒരു വലിയ പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത മയ്യത്തുകളെ കാണാൻ വരുന്ന സന്ദർഭം ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതിയതോ ഇനി ഓതാൻ പ്രേരിപ്പിച്ചതോ ആയ യാതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വിരോധാഭാസം എന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ അത് മരിച്ചയിടത്ത് മാത്രം ഓതാൻ വേണ്ടിയുള്ളതാണ് എന്നൊരവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വാടകയ്ക്ക് കൂലിക്ക് ആളെ വിളിച്ച് സൂറത്ത് യാസീൻ ആ മരിച്ചയിടത്ത് ഓതുന്ന ഒരവസ്ഥയാണ് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോഴാണ് സൂറത്ത് യാസീൻ പഠിക്കേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതും. ഖുർആൻ കൃത്യമായി എന്തിനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ പഠിപ്പിച്ചത് ലിതുൻദിറ മൻ കാന ഹയ്യൻ. ഖുർആൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ്, താക്കീതാണ് എന്നത് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് ഈ ഖുർആൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കുള്ള താക്കീതാണ് എന്നത് ജീവിച്ചിരിക്കുന്ന സമയത്താണ് സൂറത്ത് യാസീൻ പഠിപ്പിക്കേണ്ടത്. മരിച്ചയിടത്ത് മരിച്ചു കിടക്കുന്ന കേൾക്കാത്ത കാണാത്ത ഒന്നും അറിയാത്ത ഒരു മനുഷ്യനോട് ഈ ഖുർആനിൻ്റെ ആയത്ത് ഓതിക്കൊടുത്തിട്ട് എന്തർത്ഥമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇനിയും ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പരലോകത്ത് എത്തിച്ചേരുന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. അന്ന് നമ്മളുടെ നാവിന് സീൽ വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതൊക്കെ മരിച്ചയിടത്ത് ഓതിക്കൊടുത്താൽ എന്താകും അതിൻ്റെ അർത്ഥം? ഖുർആൻ എന്താണ് പഠിപ്പിച്ചത്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. അന്നേ ദിവസം പരലോകത്ത് മനുഷ്യനെ ഹാജരാക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അന്ന് അവൻ്റെ വായക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അന്നവൻ്റെ കൈകളാണ് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലുഹും, പിന്നീട് കാലാണ് അവന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ സംസാരിച്ച കൈകൾ, അതൊക്കെ സമ്മതിക്കുന്ന കാലുകൾ പരലോകത്ത്. സഹോദര, ഈ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു കൂട്ടിയ സകലമാന തിന്മകളെക്കുറിച്ചും അന്ന് കൈകൾ സംസാരിക്കും, കാല് സാക്ഷ്യം വഹിക്കും. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചു. അങ്ങനൊരു ദിവസം വരാനുണ്ട് എന്നത് മരിച്ചുപോയ മനുഷ്യൻ്റെ അടുക്കൽ വെച്ച് ഓതിയിട്ട് ഒരർത്ഥമില്ല. സൂറത്തു ത്വാഹ നമുക്കറിയാം, 20-ാം അധ്യായം. എന്താണ് ആ ഖുർആനിൻ്റെ തുടക്കത്തിലെ വചനം പരിശോധിച്ചാൽ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസത്തിൻ്റെ വചനം ഖുർആൻ അവതരിപ്പിച്ചത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നിനക്ക് പ്രയാസമുണ്ടാക്കാനല്ല പ്രവാചകരെ ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഖുർആൻ്റെ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരാണോ അവർക്കുള്ള താക്കീതാണ് ഈ ഖുർആൻ എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കേണ്ടുന്ന ഖുർആൻ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ളത് മരിച്ചിടത്ത് ഓതാനാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപക്ഷെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തോ വലിയ കൊടും പാതകം ചെയ്തവനെ പോലെയാണ് അവരുടെ വീട്ടിലേക്ക് മയ്യത്തു കാണാൻ വരുമ്പോൾ ആളുകളൊക്കെ നോക്കിക്കാണാറുള്ളത്. സഹോദരങ്ങളെ, ഏതു ചെറിയ കർമ്മം ചെയ്താലും അതൊക്കെ
അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി എന്ത് പഠിപ്പിച്ചോ അതിനപ്പുറത്തേക്ക് എത്ര വലുത് ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കില്ല. ഖുർആൻ ഓതുന്നത് വലിയ പുണ്യം കിട്ടും സഹോദരങ്ങളെ. മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ എത്ര ഓതിയാലും ഖുർആനിൻ്റെ ഓരോ ഹർഫ് ഉച്ചരിക്കുമ്പോഴും 10 പ്രതിഫലം എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ അവിടുന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ നേടിയെടുക്കേണ്ടുന്ന ഈ പുണ്യം മരിച്ചുപോയിട്ട് ഖുർആൻ ഓതിക്കൊടുക്കാത്തവൻ ഒരുപക്ഷേ ഓതിക്കൊടുത്തിട്ടില്ലെങ്കിൽ എന്തോ വലിയ തെറ്റ് ചെയ്തവനെ പോലെ കാണേണ്ടതില്ല. റസൂലുള്ള പഠിപ്പിച്ചതാണ് ഇസ്ലാം, റസൂലുള്ള പഠിപ്പിച്ചതാണ് ദീൻ. അതുകൊണ്ട് മരണാനന്തരം നിങ്ങൾ ഖുർആൻ ഓതണം എന്നൊരു കൽപ്പന, അവിടുന്ന് ഒരു ചര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പലപ്പോഴും തെളിവ് പിടിക്കാറുള്ളത് ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും, അവൻ്റെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ ഓതണം എന്നൊരു ദുർബലമായ ഹദീസാണ്. സഹോദരങ്ങളെ, ഹദീസ് നിദാന ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഹദീസില്ലേ അതുകൊണ്ട് ചെയ്തുകൂടെ എന്ന് നോക്കുമ്പോൾ ഈ പരമ്പര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നില്ല. ഒരു ഹദീസ് പൂർണ്ണമാകണമെങ്കിൽ ആ പരമ്പര റസൂലിലേക്ക് എത്തണം. അപ്പോൾ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ഈ ഹദീസ് ദുർബലമാണ് എന്ന് അവിടുന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇസ്ലാമികമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത്. മറ്റൊന്ന്, മരിച്ചിടത്ത് ഒരു മയ്യത്തിൻ്റെ അടുക്കലേക്ക് ഒരുപക്ഷെ കാണാൻ വരുമ്പോൾ എന്തു പ്രാർത്ഥന നിർവഹിക്കണമെന്നത് ലോകത്തിൻ്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം കാണാൻ വരുന്ന റസൂലുള്ള വളരെ കൃത്യമായി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹു ലഹു ഫീ ഖബരി വനവ്വിർ ലഹു ഫീ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പലപ്പോഴും ഞാൻ നിങ്ങൾ ഉരുവിടാറില്ല. പലപ്പോഴും മറ്റു നിലക്ക് ഈ ഖുർആനും ഒരു കൂട്ടപ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കുന്നതാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ പൗരോഹിത്യമാണ്. പലപ്പോഴും മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയ ചില നയങ്ങളും തത്വങ്ങളുമാണ്. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടപ്പാവില്ല എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം എളുപ്പമാണ്. ഏവർക്കും എളുപ്പമാക്കിയ ഒരു മതം, ഒരാൾക്കും ഒരു പ്രയാസം ഇസ്ലാം വരുത്തിയിട്ടില്ല. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്, പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അവിടെയൊക്കെ പലപ്പോഴും പൗരോഹിത്യം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മതപരമായി ചെയ്യാൻ ഞങ്ങളൊക്കെയുള്ള ആളുകൾ ഇത്തരത്തിൽ പുരോഹിതന്മാർ ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന ധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കേണ്ടതാണ്. പൗരോഹിത്യം ഇസ്ലാമിലില്ല. ഏറ്റവും കൂടുതൽ പൗരോഹിത്യം അത് ക്രൈസ്തവ മതത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ള ഒരു പുരോഹിതനല്ല, മറിച്ച് അവിടുത്തെ ജീവിത രീതി പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ റസൂലുള്ള മാതൃകയാണ്. ഏറ്റവും നല്ലൊരു കുടുംബനാഥനായി, ഏറ്റവും നല്ല ഒരു ഭരണകർത്താവായി, ഏറ്റവും നല്ലൊരു കച്ചവടക്കാരനായി, ഏറ്റവും നല്ലൊരു അയൽവാസിയായി, ഏറ്റവും നല്ലൊരു പിതാവായി, ഒരു ഭർത്താവായി, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെട്ട് ജീവിച്ച ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ള പഠിപ്പിച്ചിടത്തേക്ക് തിരിച്ചു വരാൻ സഹോദരങ്ങളെ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രധാരണ രീതി പോലും ഒരു പൗരോഹിത്യത്തെ കാണിക്കുന്ന നിലക്കല്ല. അവിടുന്ന് റസൂലുള്ള സ്വഹാബികൾ ഏത് വസ്ത്രധാരണ രീതിയാണോ സ്വീകരിച്ചത്, ഞാനൊരു റസൂലാണ് എന്ന ഐഡൻറ്റിറ്റിയിൽ അവിടുന്ന് റസൂലുള്ള വസ്ത്രം ധരിച്ചിട്ടില്ല. പലപ്പോഴും മുശ്രിക്കുകളുമായുള്ള ചില ചർച്ചകളും ചില നയ ഉടമ്പടികളും നടത്തുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ റസൂലുള്ള ചില വസ്ത്രധാരണ രീതികളൊക്കെ ഇസ്ലാമിൽ സ്വീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ള ഒരു സന്ദർഭത്തിൽ അവർ വെള്ള വസ്ത്രം ധരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർ തലപ്പാവ് വെള്ളയണിഞ്ഞ് വന്നപ്പോൾ റസൂലുള്ള അവിടെ കറുപ്പ് തലപ്പാവ് വെച്ചുകൊണ്ട് ഒരു ഉടമ്പടി നടത്തുന്നത് കാണാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ അവർ കറുപ്പ് ഉപയോഗിച്ചപ്പോൾ റസൂലുള്ള ചുവന്ന വസ്ത്രം ധരിച്ചു വന്നതൊക്കെ ഇസ്ലാമിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം കൃത്യമാണ്. പൗരോഹിത്യം ഇസ്ലാമിൽ ഇല്ല എന്നതിനെ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറമാടുന്നിടത്തും മറമാടുന്നതിന് മുമ്പും ഒക്കെ അൽ ഫാത്തിഹ ഇലാ ഹളറത്തി റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറയുന്നതോടുകൂടി
കൂട്ടത്തോടുകൂടി അൽ-ഫാത്തിഹയും സൂറത്ത് യാസീനും ഒക്കെ ഓതുന്നൊരു സമ്പ്രദായം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചു. ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്തിനെ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് ചോദിക്കണം. വസല്ലൂ ലഹു തസ്ബീത, ആ മയ്യത്തിന് സ്ഥൈര്യം ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഫഇന്നഹു അൽആൻ യുസ്അൽ, ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോകുകയാണ്. മയ്യത്ത് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യമുണ്ട്. നിന്റെ റബ്ബാര്, നിന്റെ നബിയാര്, നിന്റെ ദീനേത് എന്നൊക്കെ ചോദ്യമുണ്ട്. ആ സന്ദർഭത്തിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, സ്ഥൈര്യം ലഭിക്കാൻ, നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്തും തസ്ബീത്തും നടത്താൻ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അതാണ് നമ്മളൊക്കെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ പലക വെച്ച് മണ്ണിടുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസർ. ഈ വാചകങ്ങൾ ഹദീസിൽ വന്നതല്ല, പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ തസ്ബീദിനെ ചോദിക്കണം. ഏറ്റവും നല്ല നിലക്കുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഒരാൾ ചൊല്ലുകയും അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ കാണുന്നത്. കൂട്ടമായി ഒരുമിച്ച് നിങ്ങൾ തസ്ബീദിനെ ചോദിക്കണം നിങ്ങളുടെ സഹോദരന് വേണ്ടി. അപ്പോൾ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യവേളയിൽ ഈ മയ്യത്തിന് നീ സ്ഥൈര്യം നൽകണേ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, നീ റഹ്മത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസർ, എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും അല്ലാഹുവേ നീ ഒരു അനുഗ്രഹം നൽകണേ എന്നൊക്കെ നിലക്ക് പ്രാർത്ഥിക്കാൻ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നാൽ വൈരുദ്ധ്യമെന്നോണം തസ്ബീത്തിനെ മാറ്റി നിർത്തി തൽഖീനിലേക്കാണ് ഇന്ന് പൗരോഹിത്യം കൊണ്ടുവന്നത്. ഒരാളെ കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ പലപ്പോഴും പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ പകർത്തി കൊടുക്കുക, കോപ്പി അടിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, മൻ റബ്ബുക എന്ന് പറയുമ്പോൾ നീ അല്ലാഹു റബ്ബി എന്ന് ആൻസർ പറയണം. എന്ത് അവസ്ഥയാണ് സഹോദരങ്ങളെ നടക്കുന്നത്? മരിച്ച് ആ മണ്ണോട് ചേരാൻ പോകുന്ന മനുഷ്യനോട് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് വഅന്നൽ ജന്നത ഹഖ്കുൻ, സ്വർഗമുണ്ട് സഹോദര, ഹഖ്കുൻ, അത് സത്യാണ്. വന്നാറു ഹഖ്കുൻ, നരകമുണ്ടോ, അത് സത്യാണ്. വസ്സാഅത ഹഖ്കുൻ, പരലോകമുണ്ട്. വൽ ഹിസാബ് ഹഖ്കുൻ, ഒരു വിചാരണയുടെ ലോകം വരാനുണ്ട്. ഇതൊക്കെ സത്യമാണ് എന്ന് മരിച്ചുപോയ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തിട്ട് എന്തർത്ഥമാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കണം. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, തസ്ബീത്തിനെ ചോദിക്കാൻ, നിങ്ങൾ മഗ്ഫിറത്തിനെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടുന്നത്. എത്ര സമയമെന്ന് പോലും ഹദീസിൽ കാണാൻ കഴിയും. ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്ത് പൂർത്തിയാകുന്നത് വരേക്കും നിങ്ങൾ ഈ മയ്യത്തിനു വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണം എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പോലും ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. തസ്ബീത്തിനെ ചോദിക്കാൻ അതിനൊക്കെ ലഭിക്കുന്ന കൂലി 2 ഖീറാത്ത്, ഉഹദ് മലയോളം. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മല എത്ര വലിപ്പാണ് സഹോദരങ്ങളെ, അത്രയ്ക്കും വലിയ പുണ്യമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ജനാസയെ അനുഗമിക്കുമ്പോൾ ലഭിക്കുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്ര കണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഖബർ ഒരു പക്ഷേ മണ്ണിട്ട് മൂടിക്കഴിയുമ്പോൾ വൈകാരികമായ ചില ദുആ നടത്തുന്നത് സഹോദരങ്ങളെ കാണാൻ കഴിയും. അതിനൊക്കെ ഈ അറിയുന്നവർ പോലും കൂടിക്കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. വൈകാരികമായി ഒരു ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് അവസാനമായി കിട്ടുന്നൊരു ദുആയല്ലേ, അതുകൊണ്ട് ഞാനും ഒന്ന് കൂടിക്കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ ചൂഷണം ചെയ്യാണ്, ഇസ്ലാമിനെ ചൂഷണം ചെയ്യാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഈ ഇസ്ലാമിനെ വളച്ചുകെട്ടി കൊണ്ടുപോകാൻ പാടില്ല. ഇത് ദീനാണ്, ഇത് ഇസ്ലാമാണ്, ഇത് തമാശയല്ല. അതുകൊണ്ട് ഗൗരവമായി അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിടത്ത് നിൽക്കലാണ് ഇസ്ലാം എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടാൻ കൊതിച്ച സ്വഹാബത്തുണ്ട്. അവിടുന്ന് ആ മയ്യത്ത് ഖബറടക്കിയിട്ട് വൈകാരികമായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ദുആ ചെയ്ത ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. റസൂലിൻ്റെ പ്രാർത്ഥന കിട്ടാൻ കൊതിച്ച എത്രയെത്ര സ്വഹാബിമാരുണ്ട്. അവിടുന്ന് ഒരു
സ്ത്രീയെക്കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചില്ലേ, ഒരു കറുത്ത സ്ത്രീ സ്വർഗീയ സ്ത്രീയെക്കുറിച്ചാണ് സ്വഹാബികൾ പിന്നീട് പറഞ്ഞത്. അവർക്ക് അപസ്മാര രോഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സ്ത്രീ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടാൻ അപസ്മാര രോഗമാണ്, എൻ്റെ ശരീരം ഇളകി ഞാൻ ആളുകളുടെ മുമ്പിലേക്ക് വീണുപോകും റസൂലേ, എൻ്റെ ഔറത്ത് വെളിവാകും റസൂലേ, എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂലേ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ള പറയുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്നത്, ഇൻ ശിഅതി സബർതി, നീ ക്ഷമിച്ചാൽ പെണ്ണേ ഫലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. ആ സന്ദർഭത്തിൽ ആ സ്ത്രീ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, രോഗം മാറിക്കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, എൻ്റെ ഈ ഔറത്ത് വെളിവാകുന്നതിനെ തൊട്ട് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായ വലിയ പ്രയാസം, വലിയ വേദന, വലിയ രോഗം അതൊരു പ്രയാസമല്ലാതായി തീർന്നു. അപ്പോൾ സ്വർഗമുണ്ട് എന്ന് കണ്ടാൽ സഹോദരങ്ങളെ, അവിടേക്ക് തിരിച്ചു വരാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇനിയും ബിദ്അത്തുകൾ കാണാൻ കഴിയുന്നത്, മയ്യത്ത് ഖബറടക്കി എല്ലാം കഴിഞ്ഞത് തസ്ബീത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു പഴവും ഒരു ചായയും അങ്ങനെയൊക്കെ കൊടുക്കുന്നൊരു സമ്പ്രദായം, ഇതൊക്കെ സാമ്പ്രദായികമായി കൊണ്ടുവരുന്ന ചില രീതികളാണ്. ഈ സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഖുർആൻ പഠിപ്പിച്ചത് നോക്കൂ, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഇൽമിൻ മിനല്ലാഹ്. വല്ലാത്തൊരു ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒട്ടനവധി ആളുകൾ, പിഴച്ചുപോയ ആളുകളെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. വമൻ അളൽ, അങ്ങേയറ്റം പിഴച്ചുപോയ മനുഷ്യന്മാരാരാണ്? മിമ്മൻ ഇത്തബഅ ഹവാഹു, അവൻ്റെ ഇച്ഛകളനുസരിച്ച്. എന്നാൽ ഖുർആനിൻ്റെ ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം അതിനെ കാറ്റിൽ പറത്തി തന്നിഷ്ടമനുസരിച്ച് നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരെന്താണോ ചെയ്യുന്നത് അങ്ങനെ ഒലിച്ചു പോകുന്ന ചണ്ടികൾ കണക്ക് അത്തരത്തിലുള്ള വിശ്വാസ രീതികളും പേറി നടക്കുന്ന മനുഷ്യന്മാരായി മാറാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ വഴിപിഴച്ചവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഹിദായത്തിലാക്കില്ല എന്നത് ഖുർആൻ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും ഒരു 3 ദിവസം കഴിയുമ്പോഴാണ് ഒരു 3-ാം ഫാത്തിഹ. അതിനൊക്കെ പറയാറുള്ളത് കണ്ണുക്ക് എന്നൊക്കെ പറയാറുണ്ട്. കണ്ണ് നശിച്ചു പോകുന്ന 3-ാമത്തെ ദിവസമാകുമ്പോൾ കണ്ണ് നശിക്കും ഒരു മയ്യത്തിൻ്റെത്. അതൊക്കെ ബയോളജിക്കൽ പരമായി ഇന്ന് തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെ കണ്ണു നശിക്കുമ്പോൾ ആ ഒരു ദിവസത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരു 3-ാം ഫാത്തിഹ നടത്തുന്ന സമ്പ്രദായം പോലും സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേകം ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി, നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ചെമ്പും പാത്രവും ബിരിയാണിയും ഒക്കെ വെച്ച് ഇങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നൊരു സമ്പ്രദായം ഇസ്ലാമിലില്ല സഹോദരങ്ങളെ, ഇസ്ലാമിലില്ല. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ മരിക്കാൻ കാത്തിരുന്നത് പോലെ, ബിരിയാണി തിന്നാൻ ഒരാൾ മരിക്കാൻ കാത്തിരുന്നത് പോലെയാണ് ഇന്നത്തെ സമ്പ്രദായം കണ്ടുവരുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു 3-ാം ഫാത്തിഹയും 7, 14, 40 ആണ്ടും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിലില്ല. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മളുടെ കാരണവന്മാർ ഇങ്ങനെ ചെയ്തു വന്ന സമ്പ്രദായമായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അവിടൊക്കെ ഖുർആൻ കൃത്യമായി അതിനുള്ള മറുപടിയും പറഞ്ഞു. ഖാലു മാ വജദിന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്തിരുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങളും ചെയ്തത്. അവലൗ കാന ആബാഉകും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അവർ ഒരുപക്ഷെ ചിന്തിക്കാത്തവരാകും, അവർക്ക് ഹിദായത്ത് ലഭിക്കാത്തവരാകും, എന്നാൽ അവരുടെ പാത പിന്തുടരുകയാണോ നിങ്ങളും ചെയ്യുന്നത് എന്നത് ഖുർആനിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഗൗരവമാണ് സഹോദരങ്ങളെ ഈ വിഷയങ്ങളൊക്കെ. പലപ്പോഴും ഇത്തരത്തിൽ 3, 7, 40 ഒക്കെ നടത്തുമ്പോൾ നാട്ടിൽ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരെ വിളിച്ചുകൂട്ടും. അറിയുന്ന ആളുകളും ഇത്തരത്തിൽ ബിദ്അത്തിലേക്ക് ചെന്നുകൂടാറുണ്ട്. നമ്മളൊക്കെ അറിയേണ്ടുന്നത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമുണ്ട്. 3-ാം ഫാത്തിഹയ്ക്ക് വിളിക്കുമ്പോൾ എൻ്റെ അയൽപ്പക്കക്കാരൻ, അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബന്ധു വിളിച്ചിട്ട് ഞാൻ ചെല്ലാതിരുന്നാൽ എന്താകും? ഒരു കുടുംബനാഥൻ മരിക്കുമ്പോൾ ആ കുടുംബനാഥൻ്റെ ചെറിയ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് മരിച്ച ആളുടെ വീട്ടിൽ പോയി അങ്ങനെ ഭക്ഷണം കഴിക്കുക
കഴിക്കുന്ന യതീമിൻ്റെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ, തീർച്ചയായും യതീമുകളുടെ അനാഥകളുടെ സമ്പത്തിനെ തിന്നുന്ന മനുഷ്യന്മാർ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറ്റിൽ തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഖുർആനിൻ്റെ ഈ ആയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒറ്റൊരാളും ഇത്തരത്തിൽ ഒരു ബിദ്അത്തിലേക്ക് ചെന്നു ചേരില്ല. നോക്കണം, ഒരു കുടുംബനാഥൻ മരിച്ചു, ചെറിയ മക്കളാണുള്ളത്. പിന്നീട് ആ കുടുംബനാഥൻ്റെ സമ്പത്ത് അതിൻ്റെ അർഹൻ ഈ ചെറിയ മക്കളാണ്. മക്കൾ അനാഥ കുട്ടികളാണ്. അനാഥ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ ഈ മക്കൾ ഉപയോഗിക്കേണ്ട, അവർ പഠിക്കേണ്ട, അവരുടെ ജീവിതകാലത്ത് ഉപയോഗിക്കേണ്ട സമ്പത്ത് അതിൽ നിന്നൊരു ഭാഗമെടുത്തിട്ടാണ് ഈ ബിദ്അത്ത് ചെയ്യുന്നത്, ഈ മൂന്നാം പാതി നടത്തുന്നത്, ഈ 40 നടത്തുന്നത്, ആണ്ട് നടത്തുന്നത്. സഹോദരി, നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടുന്നത് ഈ യതീം മക്കളുടെ സമ്പത്ത് തിന്നുന്ന മനുഷ്യരാണെങ്കിൽ അവരുടെ വയറ്റിൽ നിറയ്ക്കുന്നത് തീയാണ്. വസയസ്ലൗന സഈറ, അതിങ്ങനെ നരകത്തിൽ കിടന്ന് കത്തിജ്വലിക്കും എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് തമാശയ്ക്കല്ലല്ലോ, ഗൗരാണ്. ഖുർആൻ പഠിക്കാത്തതിൻ്റെ കുറവാണ് സഹോദരങ്ങളെ. എല്ലാ തിന്മകളിലേക്കും ചെന്നുചേരുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളെ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതാണ്. നമ്മളൊക്കെ വെറും കാക്കമാരായി ഇങ്ങനെ ജീവിച്ചു പോരുന്നത്. എന്താണോ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ പഠിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ഖുർആൻ പഠിച്ചാൽ, ഹദീസ് പഠിച്ചാൽ ജീവിതത്തിൽ ഏറ്റവും നന്നായി മരണം വരെ ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫത്തില്ലാതെ ജീവിക്കാൻ, മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാൻ അതിലൊന്നും ഒരു പ്രയാസവും ഒരു ടെൻഷനും വേണ്ട. എല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയുണ്ട് എന്നത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണത്തിനപ്പുറം നമ്മളുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും പുണ്യം ലഭിക്കുന്ന ചില കാര്യങ്ങൾ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം അവനിൽ നിന്ന് വിട്ടുപോകും. എന്നിട്ട് അവിടുന്ന് റസൂലുള്ള പറഞ്ഞു സദഖത്തുൻ ജാരിയ, ഒന്ന് ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്ന സ്വതക്കയെക്കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, അതല്ലെങ്കിൽ യതീംഖാനകളാകട്ടെ, ജീവിതത്തിൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്. നമ്മളൊരു പക്ഷേ മരിച്ച് ഖബറിലേക്ക് എത്തിപ്പെട്ടാലും പള്ളി ആസ്ഥാനത്ത് മറ്റുള്ള ആളുകൾ സുജൂദ് ചെയ്താൽ അതിൻ്റെ ഒരു ഓഹരി നമ്മളുടെ ഖബറിലേക്ക് വരും, നമ്മളുടെ അക്കൗണ്ടിലുണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമതായി പറഞ്ഞു ഔ ഇൽമിൻ യുന്തഫഉ ബി, ഉപകാരപ്രദമായ അറിവാണ്. പഠിച്ച അറിവ് മൂടിവെക്കാനുള്ളതല്ല, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു ഫാഇലി, ഒരാൾക്കൊരു അറിവ് പകർന്നു കൊടുത്താൽ ആ ചെയ്തവന് തത്തുല്യമായ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മരണപ്പെട്ടാലും ആ അറിവുകൾ നമുക്ക് ഉപകരിക്കും എന്നതിനെക്കുറിച്ചാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. മക്കളെ ഉപദേശിക്കണം, നല്ല മക്കളാകണം, പ്രാർത്ഥിക്കണം, ഉപ്പയ്ക്ക് വേണ്ടി ഉമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നത് മക്കളെ നിരന്തരം ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഒരുപക്ഷേ മരണപ്പെട്ടാലും നമ്മളുടെ ഖബർസ്ഥാനിലേക്ക് വരുന്ന മക്കളാകണം. അവിടൊക്കെ ഖബറിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ സഹോദരങ്ങളെ സാധിക്കണം. പലപ്പോഴും ഖബർസ്ഥാനിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതുപോലും നമുക്കറിയില്ല. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ,
മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല മക്കളെ വസിയ്യത്ത് കൊടുക്കാൻ, ഒരു പിതാവിന് മക്കളോട് കൊടുക്കാനുള്ള വസിയ്യത്ത്, ഞാൻ മരണപ്പെട്ടാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വലിയ വസിയ്യത്തുണ്ട്. അതെന്നും മക്കളുടെ മനസ്സുകളിലുണ്ടാകും. ആ പ്രാർത്ഥന കൊണ്ട് ലഭിക്കുന്നത് നാളെ പരലോകത്ത് വമ്പിച്ച ദറജയാണ്. സ്വർഗത്തിൽ അള്ളാഹു അതിൻ്റെ 100 ദറജകളെ റസൂലുള്ള പരിചയപ്പെടുത്തി. ഓരോ ദറജകളിലേക്കും ഉയർന്നുയർന്ന അവസരം ലഭിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്, എങ്ങനെയാണ് എനിക്ക് ഈ അവസ്ഥകൾ ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി, നിൻ്റെ മക്കൾ സ്വാലിഹീങ്ങളായ നിൻ്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇത് ലഭിക്കുന്നത് എന്ന്. അതുകൊണ്ട് മക്കളൊക്കെ കൂടെയുണ്ട്. ഏറ്റവും നല്ല മക്കളാണോ, സ്വാലിഹീങ്ങളാണോ, നിസ്കരിക്കുന്ന മക്കളാണോ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കളാണോ നമ്മളുടെ കൂടെയുള്ളത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ 2 ഖുതുബകളിലായി സൂചിപ്പിച്ചു വന്നത് മരണവും മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല മരണം, ദുഷിച്ച മരണം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവൻ ആളുകളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ആദർശ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആജിലായ ഷിഫ അള്ളാഹുവെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.